അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഡേ മിച്ചുവിന് സ്കൂളിൽ പാട്ടുണ്ട്. കാരണം അവരുടെ UKG കഴിയുന്നതുകൊണ്ട് KG സെക്ഷൻ കഴിയുന്നതുകൊണ്ട് അവിടെ സ്കൂളിൽ പാർട്ടി പോലെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ്. പക്ഷെ മിച്ചുവിനെ ഉറക്കാൻ വേണ്ടി കെടുത്തിയപ്പോൾ ആ കാര്യം തന്നെ ഓർമ്മ വന്ന് ഫോണെടുത്ത് നോക്കിയപ്പോൾ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ, മിഠായി വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ചിക്കനൊക്കെ ഇനി എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആകും. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് ലിവർ കിട്ടി. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ അതിനാവശ്യമുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് അതിനാവശ്യമായിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് തന്നെ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത്, ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, ആ സാധനങ്ങളൊക്കെ ഇല്ല, അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. അതൊന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ലിവറും കൂടെ അതിലോട്ട് ഇട്ടിട്ട് ആ മസാലയിലോട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അങ്ങനെ മസാല ഒക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ റിസുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്കും പായസമൊക്കെ കൊണ്ടു വന്നിരുന്നു ഷെജനത്ത. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അലിക്ക് വരുന്ന ടൈമായപ്പോൾ താഴേക്ക് പോയി വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഷോപ്പിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വേസ്റ്റൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷോപ്പിൽ പോയി. പാല്, ഓയിൽ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ വന്ന് കിച്ചണത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് കണ്ടോ. അപ്പോൾ ഞാൻ പോളയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ജസ്റ്റ് തന്നെ ആ മസാലയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് ലിവറായിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. ചിക്കനായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പാലും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും. ഓയിൽ ഓപ്ഷണലാണ്, എന്നാലും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലോ ഗീയോ യൂസ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒരു പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ അടച്ച് വെക്കുക. മിച്ചുവിനുള്ള പാല് വേറൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ ബാറ്റർ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മൾ മിക്സ് ഇല്ലേ, ലിവറിൻ്റെ മിക്സ് മസാല, അത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി പകുതി ബാറ്ററല്ലേ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
ആ മിക്സിയിൽ നിന്ന് എടുത്തു വെച്ച കുറച്ച് പീസസുകളുണ്ടായിരുന്നു, അതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുത്ത്. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെക്കാം. പിന്നെ അവിടെ മിച്ചുവിന് അവൾക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റിന് എന്തെങ്കിലും ഒരു പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ദിവസം ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ബോട്ടിലൊക്കെ തലേ ദിവസം തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടാവും, അതൊക്കെ ഒന്ന് നിറച്ച് വെച്ച് മിച്ചുവിനെ വിളിച്ച്. അത് കഴിഞ്ഞ് മിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദോശയുടെ ബാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് ഒരു എഗ് ദോശ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ ഒന്നും കൂടെ വേവാണ്ട്, അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ വെച്ച്. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ആ പാനിൽ നിന്ന് വേറൊരു പാനിലേക്ക് മാറ്റി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നേരത്തെ വെച്ച് ഉള്ളി ചോപ്പ് ചെയ്തേക്ക് ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ച് അപ്പോൾ എന്നിട്ട് നമ്മൾ പോള വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ. ഇതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. ദോശ ഉണ്ടാക്കാൻ വേണ്ടി പാനൊക്കെ വെച്ച് ദോശയുടെ ബാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എഗ്ഗ് നമ്മൾ ഉണ്ടാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സില്ലേ, അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് 2 ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് കൊടുത്തേക്ക്. ഇതായിരുന്നു പ്ലാന്. അങ്ങനെ അതെല്ലാം റെഡിയായി. പോള ഞാനൊരു പാത്രത്തിലേക്ക് അവൾക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇതാവുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ കഴിച്ചു നോക്കുന്നില്ല. നന്നായിരുന്നു, രസമുണ്ടായിരുന്നു. ഞാൻ ടീച്ചറുടെ റിവ്യൂ ആയിട്ട് അവിടെ സൈഡിൽ കൊടുത്തേ, കാരണം എനിക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്താവും എന്തോന്ന്. അപ്പോൾ ടീച്ചർ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ മിച്ചുവിൻ്റെ ടിഫിൻ ബോക്സിൽ ആ ദോശയാക്കി, പിന്നെ അവൾക്ക് കുക്കുംബർ മതി എന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ആക്കി. അങ്ങനെ ഇതാണ് മിച്ചുവിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ ഇന്നത്തെ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ മിച്ചുവിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് സ്കൂൾക്ക്. നെക്സ്റ്റ് വീക്ക് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ക്ലാസ്സിലേക്കുള്ള ലാസ്റ്റ് ഡേ ആണ് അവളുടെ. അവൾക്കിവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക അവളുടെ മിസ്സിനെ തന്നെ കേട്ടോ. കാരണം അവിടെ മലയാളി സ്റ്റുഡൻസ് കുറവായിരുന്നുകൊണ്ട് അവൾ കൂടുതൽ സംസാരിച്ചിരുന്നൊക്കെ മിസ്സിനായിട്ടായിരുന്നു. പിന്നെ സൗദാക്ക് ഗ്യാസ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഇപ്പോഴും താമിയ കഴിക്കുക അവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന്. അടിപൊളി താമിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.